ഇനിയെങ്കിലും നീയൊക്കെ മനസ്സിലായിക്കോ. തൊലി വെളുപ്പിലോ ലുക്കിലോ അല്ല കാര്യം. മനസ്സിലായോ? മനസ്സിലായോ? എന്നിട്ടാ ഇക്കണ്ട നേരൊക്കെ അവൻ ഫോണും പിടിച്ചിരുന്നു. ബോറടിക്കണില്ലേ? എനിക്കാണെ ബോറടിച്ചിട്ട് വയ്യ. എങ്ങനെ ഇങ്ങനെ ഇരിക്കണേ? ഞാനേ അവന്മാരെ വിളിക്കാൻ പോവാ. ഹലോ ചിന്നു, ഞാൻ എത്ര നേരം ഇതിനോട് വെയിറ്റ് ചെയ്തിരിക്കണു? ചിന്നു വിളിക്കണെന്ന് പറഞ്ഞല്ലേ? എന്നോട് മിണ്ടണ്ട. ഈ താടകന്മാരുടെ ഇടയിൽ കൊണ്ടിട്ടിട്ട് ഇനി ഒരിക്കലും ഞാൻ വിളിക്കില്ല. അവളാടെ വിളിച്ചത് ചിന്നു. ഇനി വിളിക്കൂലെന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും വിളിക്കില്ലെന്ന് പറഞ്ഞ അങ്ങ് പോവാണോ? ഞാൻ വിളിക്കാൻ പോണായിരുന്നു. ആണോ? എന്നതാ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല. എന്നാ പിന്നെ വെച്ചിട്ട് പോവാൻ മേലെ. രാത്രി പെൺകുട്ടിയെ വിളിച്ച് ശല്യം ചെയ്യാതെ. കളിയാക്കണല്ലേ? എന്നാ ഞാൻ വെക്കട്ടെ. ഓ, അപ്പൊ ഇത്ര ഉള്ളൂ അല്ലേ? അവിടെ ആരുള്ളത്? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനാണ് ഇവിടുത്തെ മെയിൻ. ടെറസിലേക്കാ? ഒറ്റ നോട്ടത് പറഞ്ഞ അവളുടെ ക്ലാസ്സിലേക്ക് വന്ന പുതിയ പയ്യന്മാരെ പോലെയായിരുന്നു ഞങ്ങളവൾക്ക്. ഒരാഴ്ച കൊണ്ട് അവളെ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കണമെന്ന് വിചാരിച്ച ഞങ്ങളെ ഒരു ദിവസം കൊണ്ട് അവൾ കയ്യിലെടുത്തു, ഞങ്ങൾ പോലും അറിയാതെ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ജന്തുവിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രാവശ്യം പറ്റിയെന്നേ ഉള്ളൂ. അടുത്ത പ്രശ്നം എന്തായാലും സത്യം. ഒറ്റയ്ക്കാണോ ഇതൊക്കെ ചെയ്യുന്നേ? ഇല്ലല്ല, നിങ്ങളാണെന്നോ? ഞാൻ വരാം. കഴിഞ്ഞോടാ? ഇതിപ്പോ കഴിയുക. പിന്നെ മറ്റേ ഫ്ലെക്സിന്റെ കാര്യം നിന്നെ ഏൽപ്പിച്ചതല്ലേ? അത് ഞാൻ ഒന്ന് ചെയ്യാന്ന് വെച്ചാ. അവളെ കുറിച്ച് ക്യാമ്പസിൽ അല്ലറച്ചില്ല ടോക്കൊക്കെ വരുന്നുണ്ട്. അത് കാര്യാക്കാനൊന്നുമില്ലടാ. ഈ തൊട്ടും പിടിച്ചുള്ള അവളുടെ നടത്തവും സംസാരവും ഈ പറഞ്ഞു നടക്കുന്നവരെ നാവടപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമല്ലടാ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എനിക്കറിയാലോ അവളെ. നീ അവളോടൊന്ന് സൂചിപ്പിച്ചേക്ക്. അപ്പോൾ ശരി. അവളെ കുറിച്ച് ക്യാമ്പസിൽ അല്ലറച്ചില്ല ടോക്കൊക്കെ വരുന്നുണ്ട്. ഈ തൊട്ടു പിടിച്ചുള്ള അവളുടെ നടത്തവും സംസാരവും ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്തെന്ന് ലാബിലേക്ക് വരായിരുന്നു? എന്തോ ചായ? ഞാനും ജബിനെ എങ്ങനെയൊക്കെ ഒപ്പിച്ചു. ഇങ്ങനെ ഇരിക്കല്ലേ? ഇങ്ങനെ ഇരിക്കും നിങ്ങൾ. എനിക്കിഷ്ടല്ല. അച്ചായ വന്നേ. നീ പൊക്കോ, ഞാൻ വരാം. എന്താടാ? ഞാൻ വരാം. എടാവേ, നിന്നെ ഇവിടെ എഴുന്നേപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
ഒരു സമാധാനത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നത്. അപ്പൊ അവൻ ശല്യം. അവൾ കരയുന്നത് കണ്ടപ്പോഴാണ് അവളെ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ലെന്ന സത്യം ഞാൻ മനസ്സിലാക്കി. പിന്നീട് ഓരോ ദിവസവും എന്തോ ഭയങ്കരമായിട്ട് ഞാൻ അവളിൽ നിന്ന് അകന്നു പോകുന്നത് പോലെയായിരുന്നു. എന്നെപ്പോലുള്ള പിള്ളേരെ സമ്മതിക്കണം. ഇതൊക്കെ പഠിച്ച വല്ല പാസ്സാവും. ഇൻഡെക്സ് ഓടിക്കാം. ഡിസ്റ്റർബൻസ്. ഹലോ, എന്താടി? ഹലോ കൂലി, നീ എവിടെയാ? ഞാനോ? ഐ ആം ദ സ്റ്റഡി. നാളെ എക്സാം അല്ലേ? യു നോ. ഞാൻ റെഡി. എന്തിന്? സെക്കൻഡ് ഷോ രാവിലെ പറഞ്ഞല്ലേ? സെക്കൻഡ് ഷോയാ? അതെല്ലാം നീ വിശ്വസിച്ചോ? എന്തായാലും 10 മിനിറ്റിനകം അവന്മാരും കൂട്ടി പുറത്തേക്ക് വന്നേക്കണം. ഒന്ന് പോയടെ ഒന്ന്. പിന്നെ നീ എല്ലാം പഠിച്ചിട്ടേ നടക്കൂല. എന്താണ് അവിടെ ശബ്ദം? ഒന്നുമില്ലടാ. ടുമാറോ ഐ ആം ദ ടോപ്പർ. ആരുകടെ ചിന്നുവാടാ. നടക്കൂല മോളെ. ചിന്നു നടത്തും മോനെ. നടത്തുന്ന പറഞ്ഞ നീ എന്തിനാണ് ഓടണം? നീ എന്തൊക്കെയാണ്? ഒന്നുമില്ല. എനിക്ക് പഠിക്കണോന്ന്. പിന്നെ നീയൊക്കെ പഠിച്ച പാസ്സാവില്ലാന്ന് എന്നേക്കാ നന്നായിട്ട് നിനക്കറിയാലോ. മുനീറെ, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. ഓക്കെ. എന്ത് ഇല്ല ഇല്ല ഇല്ല? മനസ്സിലായില്ലേ? മനസ്സിലായ? എന്താടി പറയടി? നീ ആരാണെങ്കിൽ പറയടി. ഹലോ. അപ്പൊ പേടിയുണ്ട്. അയ്യോ അയ്യോ കട്ട് ചെയ്ത. You owe me $100. $100 രൂപയല്ലേ തരാടി. These guys, man. Disgusting. Tom, Tom, Tom. ഒരു മുറി വന്ന് പാർത്തായ ഒരു മുറി. തോം തോം തോം.